അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ സിതാരയും കൃഷ്ണയും കൂടെ ഒന്നിക്കുന്ന ഒരു എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ ശ്രീനിവാസും കൃഷ്ണയും എല്ലാരും കൂടെ ടെക്സൈസിന്റെ അവിടെ എത്തുകയാണ്. അവിടെ എത്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ശ്രീനിവാസിന്റെ ഫ്രണ്ട് രവി എന്ന് പറഞ്ഞ ആള് ടെക്സൈസിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അയാളെ കണ്ടപ്പോ ശ്രീനിവാസ് വിശേഷങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സ്വന്തം മകളെ പരിചയപ്പെടുത്തുന്നു. പരിചയപ്പെടുത്തിയതിനു ശേഷം കൃഷ്ണയോടും തങ്കത്തിനോടും പറയാം, എന്നാ നിങ്ങൾ പോയി അകത്ത് പോയി എല്ലാം സെലക്ട് ചെയ്തോ, അപ്പത്തേനും ഞാൻ വരാം. അപ്പത്തേനും രവിയോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ വന്നേക്കാന്ന് പറയാണ്. അപ്പൊ അവരെന്നിട്ട് അങ്ങ് പറഞ്ഞു വിടും. പിന്നെ രവിയായിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഈ സമയത്ത് തങ്കം അങ്ങോട്ട് ചെന്നിട്ട് പറയും, മോളെ എന്തായാലും ഇപ്പൊ അകത്തേക്ക് പോകണ്ട, സാറും കൂടെ വന്നിട്ട് പോകാന്ന് പറയുകയാണ്. അപ്പൊ കൃഷ്ണ പറയും, വെറുതെ എന്തിനാ അച്ഛൻ്റെ എന്നെ വഴക്ക് കേൾപ്പിക്കാനാണോ ചോദിക്കുക. അപ്പൊ പറയാം, അതല്ല മോളെ, സാറ് വന്നിട്ട് നമുക്ക് പോകാം, ഞാൻ ഇതേണ്ട അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറയേ. അപ്പൊ കൃഷ്ണ പറയാം, അതിനെന്താ അകത്ത് പോയിരിക്കുക, AC ഉണ്ടല്ലോ എന്ന് പറയാം. അതൊന്നും വേണ്ട മോളെ എന്ന് പറയാം. അങ്ങനെ തങ്കം കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കും. കൃഷ്ണ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ അച്ഛനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് അകത്ത് നിന്ന് നവീൻ പുറത്തേക്ക് ഒരു ഫോൺ കോളുമായിട്ട് വരുന്നത്. അങ്ങനെ ഫോണിൽ മാണിക്കുഞ്ഞിനെയാണ് വിളിക്കുന്നത്. എന്തോ ഫയൽ കാണാത്തതിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ ഇന്ന സ്ഥലത്തോണ്ട് തപ്പിയെടുക്കാൻ പറയുന്നു. അപ്പൊ മാണിക്കുഞ്ഞ് പറയുന്നു, സാർ എവിടെ ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്, ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ മാണിക്കുഞ്ഞിനോട് പറയുന്നു, ഈ മാണിക്കുഞ്ഞ് ഒന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വിളിക്കാൻ പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനാണ് കൃഷ്ണയെ കാണുന്നത്. അപ്പൊ കൃഷ്ണ ആക്ച്വലി കാണുന്നില്ല, പക്ഷെ തങ്കം കാണും നവീനെ. പക്ഷെ കൃഷ്ണയോട് പറയാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് തങ്കവും നിൽക്കുന്നത്. അങ്ങനെ കൃഷ്ണ നവീൻ ഗാഥയെ ഗാഥയെന്ന് വിളിച്ച് കൃഷ്ണയുടെ അടുത്തേക്ക് വരുവേ. അപ്പൊ കൃഷ്ണ ഞെട്ടിപ്പോകും, കാരണം വേറൊരു നിവൃത്തിയില്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പറയും, താൻ ഇത്ര പെട്ടെന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോ, ഈ ഡ്രസ്സിൽ കാണാനാണ് തന്നെ ഭംഗി, ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. തന്റെ ഈ ക്യാരക്ടറും ഈ ഇതിലുള്ള പുഞ്ചിരിയൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. ഈ നാണവും കുണുങ്ങോ എല്ലാം ഇങ്ങനെയൊക്കെ പറയണം. ആ സമയത്താണ് സിതാരയും പുറത്തേക്ക് വരുന്നത്. അപ്പൊ സിതാര കാണുന്നത് നവീൻ കൃഷ്ണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് തങ്കവും നിൽക്കുന്നത് കാണാമേ. സിതാരയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ നവീൻ കൃഷ്ണയോട് പറയും, ഇനി ഈ പഴയ സ്വഭാവം ഒന്നും എടുക്കില്ല, എനിക്ക് ഈ ഗാഥയാ ഇഷ്ടം എന്ന് പറയേ. ഇല്ല നവീൻ, ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കുന്നൊക്കെ കൃഷ്ണ ഉറപ്പ് കൊടുക്കും. ആ സമയത്ത് നവീൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ഉമ്മയും കൂടെ കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ സിതാരയ്ക്കും ദേഷ്യം വരും, പക്ഷെ വേറൊരു നിവൃത്തിയില്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. തങ്കോ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയെ. അങ്ങനെ അപ്പത്തേന് നവീന് വീണ്ടും ഫോൺ കോൾ വരികയാണ്. അപ്പൊ കൃഷ്ണ എന്ത് ചെയ്യും, ഓടി അങ്ങ് അപ്പുറത്തേക്ക് മറയുകയെ. അപ്പം വീണ്ടും മാണിക്കുഞ്ഞാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഫയൽ കിട്ടിയ കാര്യമൊക്കെ പറയുന്നു. ഈ സമയത്ത് സിതാര തങ്കത്തിന്റെ അടുത്ത് എന്നിട്ട് പറയും, പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയും. അങ്ങനെ തങ്കവും കൃഷ്ണയും കൂടെ കാറിന്റെ അടുത്തേക്ക് എന്നിട്ട് പറയും, അമ്മ ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് എന്തായാലും പോകാം, അച്ഛനോട് എന്തെങ്കിലും കള്ളം പറയാം, അല്ലാതെ ശരിയാകത്തില്ല എന്ന് പറയും. അപ്പോഴാണ് ശ്രീനിവാസും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ശ്രീനിവാസ് ചോദിക്കും, എന്താ മോളെ നിങ്ങൾ കേറിയില്ലേന്ന് ചോദിക്കും. അപ്പൊ പറയാം, അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതിനെന്താ നമുക്ക് ആശുപത്രി പോകാം, പോയിട്ട് വന്നിട്ട് എക്സസൈസ് പോകാന്ന് പറയാം. അത് വേണ്ട, ആശുപത്രിയിലൊന്നും പോകണ്ട, ബാഗിൽ മരുന്നുണ്ട്, അത് കഴിച്ചാൽ ശരിയാകും എന്ന് പറയേ. അപ്പം ശ്രീനിവാസ് പറയും, തങ്കത്തിന് എന്തിനാ ഈ സിതാര ഇത്രയും പേടിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയാം, അതൊന്നല്ല സാർ, എനിക്ക് തീരെ വയ്യാത്തോണ്ടാണെന്ന് പറയാം. അങ്ങനെ അവർ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. ഇതേ സമയത്ത് ഗാഥയാണെങ്കിൽ നവീനെയും സിതാരയും കാണാത്തത് കൊണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് സിതാരയെ കാണുന്നത്. അമ്മ അമ്മ എവിടെ പോയി കിടക്കുക, എത്ര നേരമായി ഞാൻ നോക്കുന്നു, നിങ്ങൾ രണ്ടുപേരെയും കാണുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് നവീനും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നവീൻ ഗാഥയെ കാണുമ്പോൾ ചോദിക്കും, താൻ ഇത്ര പെട്ടെന്ന് ആ ഡ്രസ്സ് മാറിയെന്ന് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് സിതാര തിരുത്തുക, അല്ല അത് മോൾക്ക് ഇഷ്ടപ്പെട്ടോണ്ട് വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കാലോ, അതുകൊണ്ട് മാറ്റി വെച്ചെന്ന് പറയും. അപ്പൊ ഗാഥ ഇങ്ങനെ പെട്ടെന്ന് അത്ഭുതപ്പെടും, എന്താണ് ഈ പറയുന്നതെന്നൊക്കെ അറിയാതെ. അങ്ങനെ നവീൻ പറയും, ഞാൻ ബില്ലടച്ചിട്ട് വരാമെന്ന് അകത്തേക്ക് പോകുമ്പോഴത്തേന് ഗാഥ സിതാരയോട് ചോദിക്കും, ആ കൃഷ്ണ ഇവിടെ വന്നിരുന്നല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പറയാ, വന്നിരുന്നെന്ന് പറയേ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയോട് അവളെ കൊന്നു കളയണമെന്ന്, എന്നിട്ട് അമ്മ കേൾക്കാത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേന്നുള്ള രീതിയിൽ പറയേ. അങ്ങനെ നവീൻ സാധനമൊക്കെ തിരിച്ചു വാങ്ങി വന്ന് കഴിയുമ്പോൾ പറയും, മേഡം ഞാൻ എന്തായാലും ഗാഥയും കൊണ്ട് വീട്ടിലേക്ക് പോവുക, എന്തായാലും ഗാഥയുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്, എന്തായാലും ഞങ്ങൾ ഇനി അടുത്ത പ്രോഗ്രാം ഒക്കെ മാറ്റി വെക്കാം, ഞങ്ങൾ വീട്ടിൽ പോവാന്ന് പറയാം. അങ്ങനെ കളരിക്കിലേക്ക് ഗാഥയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. സിതാര വീട്ടിലേക്കും പോകുന്നു. അങ്ങനെ കളരിക്കലെത്തി പടി ഇറങ്ങുമ്പോൾ തന്നെ വെൽക്കം ടു കളരിക്കൽ എന്ന് പറഞ്ഞിട്ട് ഗാഥയെ സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ എന്നിട്ട് പറയും, ഗാഥ ഇതുപോലെ തന്നെ ആയിരിക്കണം, നമ്മുടെ ജീവിതമാണ്, തനിക്ക് ഞാൻ തന്ന ഉമ്മ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് ഗാഥയ്ക്ക് ദേഷ്യം വരും, നവീൻ എന്തിനാ അവക്ക് ഉമ്മ കൊടുത്തേന്ന് ചോദിക്കുക. അപ്പൊ പറയും, നവീൻ ചോദിക്കുക, അവളോ, എന്തൊക്കെയാ ഗാഥയെ വിളിച്ചു പറയുന്നത്, കണ്ടോ ഇവിടെ എത്തുമ്പോഴത്തേനും ഗാഥയുടെ സ്വഭാവം ആകെ മാറി എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവീൻ അകത്തേക്ക് പോവുകയെ. ഉടനെ തന്നെ ഗാഥ സിതാരയെ വിളിക്കും. സിതാരയെ വിളിച്ചിട്ട് ചോദിക്കും, അമ്മ നവീൻ അവളെ കിസ് ചെയ്തല്ല, ആ കാര്യം എന്നോട് എന്താ പറയാഞ്ഞെന്ന് ചോദിക്കുക. അപ്പൊ സിതാര ദേഷ്യപ്പെടും, എനിക്ക് നിന്നോട് ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, നീ വെച്ചിട്ട് പോന്ന് പറയാം. അങ്ങനെ ഫോണും കട്ട് ചെയ്യും. അപ്പൊ ഗാഥ ഇങ്ങനെ വിഷമിക്കും, എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, അവളെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ള രീതിയിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. പിന്നീട് സിതാര അങ്ങനെ അവിടെ നിന്ന് അകത്ത്
നിൽക്കുമ്പോഴത്തേനും പിന്നീടാണ് നമ്മുടെ തങ്കുവും ശ്രീനിവാസും കൃഷ്ണയും കൂടെ സിതാരയെ കാണാൻ വരുന്നത്. അപ്പൊ സിതാര ആദ്യം കാണുന്നത് ശ്രീനിവാസിനെയാണ്. അപ്പൊ ഇവരെല്ലാം കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നത്. അപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത് വെച്ചാല് ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങി എല്ലാം ഒന്നിച്ചായി എന്നുള്ള ചിന്തയിലാണ് സിതാര ഇരിക്കുന്നത്. അങ്ങനെ സിതാര തിരിഞ്ഞു പോകുമ്പോഴത്തേനും തങ്കം പെട്ടെന്ന് പറയും, സിതാര മേഡം പോകല്ലേ, എനിക്കൊരു കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പൊ സിതാര ചോദിക്കും, ഇനിയും കള്ളം പറയാനാണോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, കള്ളമല്ല, സത്യമാണ് എനിക്ക് പറയേണ്ടതെന്ന് പറയും. അപ്പൊ സിതാര ഇങ്ങനെ നിൽക്കും. കൃഷ്ണ സിതാരയുടെ സാറിന്റെയും മോളാണ്, ഞാൻ പ്രസവിച്ച മകളല്ല കൃഷ്ണ എന്ന് പറയേ. അപ്പൊ സിതാര ഒന്ന് ഞെട്ടുവേ. എന്തൊക്കെയാണ്? അപ്പൊ ശ്രീനിവാസ് പറയും, ഇത് പറയാനാണ് നിന്റെ മുമ്പിൽ പലപ്പോഴും ഞാൻ വന്നിട്ടുള്ളത്, പക്ഷെ നീ എന്നെ പറയാൻ സമ്മതിച്ചില്ല. അന്ന് നീ പ്രസവിച്ച സമയത്ത് കുറെ ഗുണ്ടകളെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് ആ ഗുണ്ടയെ കൊല്ലാൻ എനിക്ക് കൊല്ലേണ്ടി വന്നു. പക്ഷെ കുഞ്ഞിനെ ഞാൻ തങ്കത്തിനെ ഏൽപ്പിച്ചു. എത്ര കഷ്ടപ്പെട്ടാണ് തങ്ക അവളെ വളർത്തിയെന്ന് നിനക്കറിയില്ലേന്ന് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഈ സിതാരയാണ് ഭയങ്കര വിഷമത്തോടു കൂടി കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അപ്പൊ മോളേന്ന് വിളിക്കുന്നു. അപ്പൊ കൃഷ്ണ അമ്മേന്ന് വിളിക്കുന്നു. മോളെ, ഞാൻ പണ്ട് മോൾ എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ മകളാണെന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സിമിയോട് അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ദൈവം കാണിച്ചു തന്ന ഓരോ സൂചനയായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് മകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അസുലഭ മുഹൂർത്തം എന്നൊക്കെ പറയണേ. ആരും ഈ എപ്പിസോഡ് മിസ് ചെയ്യല്ലോ കേട്ടോ. സൂപ്പർ എപ്പിസോഡാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.